പത്തനംതിട്ട ഓമല്ലൂരിൽ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ മോഷണക്കുറ്റം ആരോപിച്ച് 17-കാരനായ അണക്കര സ്വദേശിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടികൾ വകുപ്പുകൾ ആരംഭിച്ചു. മുതിർന്നവർക്കും കുട്ടികൾക്കും ശാരീരിക പീഡനം ഏറ്റിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പത്തനംതിട്ട ഓമല്ലൂരിലെ എലോഹി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ മോഷണക്കുറ്റം ആരോപിച്ച് 17 വയസ്സുകാരന് ക്രൂരമായി മർദ്ദനമേറ്റ സംഭവത്തിൽ ഇടുക്കി വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത പുറം ലോകത്ത് എത്തിച്ചതോടെ സർക്കാർ പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. മന്ത്രി ബിന്ദു കൃഷ്ണയാണ് പ്രശ്നത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ ഉടൻ റിപ്പോർട്ട് കൈമാറും. അണക്കരയിലെ 17-കാരന് പിന്നാലെ കോട്ടയം സ്വദേശിയായ 17-കാരനും പോലീസിൽ പരാതി നൽകിയിരുന്നു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ കീഴിൽ സ്നേഹത്തണൽ എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഈ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇന്ന് തന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡിനും വകുപ്പിനും റിപ്പോർട്ട് കൈമാറും. ചൊവ്വാഴ്ച ചേരുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ യോഗത്തിൽ തുടർ നടപടിയുണ്ടാവും. സ്നേഹത്തണലിന് അടുത്ത മാസം 12 വരെയാണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ഇനി ലൈസൻസ് പുതുക്കി നൽകാൻ കഴിയില്ല. 17 വയസ്സുള്ള കുട്ടികളാണ് മർദ്ദത്തിനിരയായി പരാതി നൽകിയിരിക്കുന്നത്. സ്നേഹത്തണലിലെ അന്തേവാസികൾക്കും യഥേസമയം ഭക്ഷണവും ലഭിച്ചിരുന്നില്ല. ഇവരും പീഡനത്തിന് ഇരയായതായി കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി ചേർക്കപ്പെട്ട ബെന്നി, റെജി, സിജോ എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. 3 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ സമാന്തര അന്വേഷണവും നടത്തുന്നുണ്ട്. സ്ഥാപനത്തിനെതിരെ കഴിഞ്ഞ ദിവസം മുൻ ജീവനക്കാരെയും രംഗത്ത് വരികയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.